ഒരു USA പോലൊരു കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്തു. നമുക്ക് അവിടെ പെട്ടെന്ന് ഒരു മെഡിക്കൽ ഇൽനെസ്സോ അല്ലെങ്കിൽ എമർജൻസിയോ വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. നമ്മൾ അതിനെ അഡ്മിഷനായിട്ട് മാറുകയാണെങ്കിൽ നോർമലി എല്ലാ ഒട്ടുമിക്ക ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സും ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ബെനിഫിറ്റ്സ് ആയിരിക്കും കിട്ടുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇൻഷുറൻസ് പ്രൊവൈഡർ അവിടെയുള്ള ഹോസ്പിറ്റൽസ് ആയിട്ട് MOU അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ക്യാഷ്ലെസ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഇൻഷുറൻസ് കമ്പനിയോട് നിങ്ങൾക്ക് ഡയറക്ട്ലി ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു അഡ്വൈസർ മൂല്യമാണ് എടുക്കുന്നതെങ്കിൽ അവർ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് ആയിരിക്കും. അവരോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇന്ന ഏരിയയിൽ നിങ്ങൾക്ക് അവിടെ ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് കവറേജ് ഉള്ളതെന്ന് നേരത്തെ ചോദിച്ചു വെക്കാം. ഇങ്ങനെ ഓൾറെഡി MOU സൈൻഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ നമുക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് ഡോക്യുമെന്റ് അവരോട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ അപ്ഫ്രണ്ട് ആയിട്ട് ഒരു പേയ്മെന്റ് ഒന്നും നമ്മുടെ നിന്ന് വാങ്ങത്തില്ല. ഇതിലൊരു ഡിഡക്റ്റബിൾ എമൗണ്ട് ആയിട്ട് $100 വരും. അതെല്ലാം ഇൻഷുറൻസ് കമ്പനീസിന് സെയിം ആണ്. സോ ആ $100 ഏകദേശം ഓരോരോ പൗണ്ടിലാണെങ്കിൽ അത് 74 പൗണ്ട്സ് ആവാം ഇന്നത്തെ ഒരു കറൻസി വാല്യൂ വെച്ചിട്ട്. സോ അതിനനുസരിച്ചിട്ടുള്ള ഡിഡക്റ്റബിൾസ് കഴിഞ്ഞിട്ടുള്ള എല്ലാ എമൗണ്ടും നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയതായിട്ടുള്ള എല്ലാ എമൗണ്ടും ഇൻഷുറൻസ് കമ്പനി തന്നെ പേ ചെയ്യും. അത് നമ്മൾ എടുക്കുന്ന സം ഇൻഷുറൻസിന്റെ ആ എമൗണ്ടിനോട് ഈക്വലന്റ് ആണെങ്കിൽ മാത്രം. നമ്മൾ എടുക്കുന്ന സം ഇൻഷുറൻസിന്റെ എമൗണ്ടിനേക്കാളും കൂടുതലായി വന്നാൽ ആക്സസ് എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇങ്ങനത്തെ ക്യാഷ്ലെസ് ഫെസിലിറ്റീസ് ആണെങ്കിൽ അവർ ഡയറക്ട്ലി ടു ദ ഹോസ്പിറ്റൽ പേ ചെയ്യും. അവർ കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ്സ് എല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വാങ്ങും. ഇനി ഇത് ഒരു OP കൺസൾട്ടേഷൻ ആണ്. ഇതും അപ് ടു ദ സം ഇൻഷുർഡ് വരെ കവേർഡ് ആണ്. പക്ഷേ ഇതില് നമ്മളാണ് ക്ലെയിം ഡോക്യുമെന്റ് ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് ഡോക്ടറിന്റെ നിന്ന് സൈൻ മേടിച്ച് എല്ലാ ഡോക്യുമെന്റ്സും ഫില്ല് ചെയ്ത് വെക്കേണ്ടത്. അതിന് നമ്മൾ എത്ര ടൈം ഡിലേ എടുക്കുന്നോ ആ ടൈം ഡിലേക്ക് ശേഷം ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗമായിട്ട് ഒരു 30 to 60 ഡേയ്സ് വരെ വരാം ഇതൊരു ക്ലെയിം ചെയ്തെടുക്കാൻ. അതായത് ഈ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാം. സോ നമ്മളെടുക്കുന്ന പ്രോസസ് ടൈമിനനുസരിച്ചിട്ട് ഡിലേ കൂടാം കുറയാം.